ഇതാദ്യമായിട്ടാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിൽ ദർശനത്തിനെത്തുന്നത് എന്നതാണ് ഇതിൻ്റെ ദേശീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘകാലമായി ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ പലതവണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അനുഭാവപൂർവമായ നിലപാട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രാഷ്ട്രപതി കൂടി ശബരിമലയിലേക്ക് ദർശനത്തിനെത്തുമ്പോൾ അത്തരത്തിലൊരു സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തിനൊരു പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. ഈ ഘട്ടത്തിൽ ദേവസ്വം മന്ത്രി VN വാസവൻ നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്ററോട് തന്നെ നമുക്ക് ചോദിക്കാം. മിനിസ്റ്ററെ, രാഷ്ട്രപതി, ഒരു ഇന്ത്യൻ രാഷ്ട്രപതി ആദ്യമായി ശബരിമല ദർശനത്തിനെത്തുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സംസ്ഥാന സർക്കാർ നിറഞ്ഞ സന്തോഷത്തോടെ രാഷ്ട്രപതിയെ വരവേൽക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഉറപ്പാക്കി മുന്നോട്ട് വരും. നമുക്കെല്ലാം വലിയ സന്തോഷമാണ്, അഭിമാനമാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നു എന്നുള്ളത്. ഞങ്ങൾക്ക് ഇന്നലെ മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഞാനുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പൊതുവിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട മുന്നൊരുക്കങ്ങളുടെ കാര്യങ്ങൾ ഇന്ന് പോലെ തന്നെ ആരംഭിക്കാൻ പറഞ്ഞു. സന്നിധാനത്തിലെത്തുമ്പോൾ എന്തെല്ലാം ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം, അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ സുരക്ഷാ സംവിധാനവും യാത്രാ സൗകര്യങ്ങളെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, അതെല്ലാം പൊതുവിൽ SPGയുടെ നിർദ്ദേശങ്ങൾ കൂടി വിധേയമായിട്ടായിരിക്കണം നമ്മൾ ഈ സംഘാടകർ വരവേൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും നിറഞ്ഞ സന്തോഷത്തോടെ രാഷ്ട്രപതിയെ വരവേൽക്കാൻ വേണ്ടി കാലേകൂട്ടി ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കാത്തിരിക്കും. രാഷ്ട്രപതി വരുന്നു എന്നുള്ളത് നമുക്കേറെ സന്തോഷകരമാണ്, അഭിമാനകരമാണ്. നമ്മുടെ ശബരിമല സമീപകാലത്ത് ഞങ്ങൾ പുതിയതായി ചില പദ്ധതികളും പ്ലാനുകളൊക്കെ തയ്യാറാക്കി. ഏതാണ്ട് 1003 കോടി രൂപയുടെ പുതിയ മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി തന്നു കഴിഞ്ഞ് ക്യാബിനറ്റ് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് 3 ഘട്ടങ്ങളിലായി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ രംഗത്താണ് നിലയ്ക്കലും പമ്പയും ശബരിമലയും എല്ലാം ചേർന്ന്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ 2025 ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓണത്തിനോടനുബന്ധിച്ചായിരിക്കും നട തുറക്കുന്ന ഘട്ടത്തിൽ ശബരിമലയിലെ മേൽശാന്തിയും തന്ത്രികളുമെല്ലാമായി കൂടിയാലോചിച്ച് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ വെച്ച് നടത്താനാണ് പരിപാടി ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം പിന്നീട് ഞങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രപതി എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. മെയ് 19 എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരവേൽക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും കാലേകൂട്ടി ഞങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് വരും. ഇതാണ് ആദ്യഘട്ടം എന്ന രൂപത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രപതി വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ പടർന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും വെർച്വൽ ക്യൂവിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഈ രാഷ്ട്രപതിക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിനുള്ള തയ്യാറെടുപ്പുകൾ ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. നേരത്തെ തന്നെ ഏപ്രിൽ 2 വരുമെന്ന് പറഞ്ഞിട്ട് ആദ്യഘട്ടങ്ങളിൽ ഒരു സൂചനയുണ്ടായിരുന്നു. അത് വരുമെന്നല്ല പറഞ്ഞിരുന്നത്. ഇൻ്റലിജൻസുകാർ നമ്മളോട് അഭിപ്രായം ചോദിച്ചിരുന്നു, ഏപ്രിൽ 2 വന്നാൽ സൗകര്യമായിരിക്കുമോ, ശബരിമല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഏത് സമയത്ത് രാഷ്ട്രപതി വന്നാലും അവിടെ സാധാരണഗതിയിൽ മലയാള മാസം 1-ാം തീയതി നട തുറക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അത് 4-5 ദിവസം നീണ്ടു നിൽക്കും. ആ സമയവുമായി ബന്ധപ്പെടുത്തി വരുന്ന കാര്യമാണ് ആദ്യം ആലോചിച്ചത്. അപ്പോൾ ഏത് സമയത്ത് വന്നാലും ശബരിമല ദർശനത്തിന് സൗകര്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്ത്രികളുമായി ആലോചിച്ച് അതിന് പദ്ധതി ഇടുമെന്നുള്ള കാര്യം അന്ന് ഞങ്ങൾ തിരിച്ചറിയിച്ചിരുന്നു. രണ്ടാമത് വീണ്ടും ആ ഏപ്രിൽ മാസം എന്നുള്ളത് മാറ്റി മെയ് മാസത്തിലാകും എന്ന കാര്യം ഒരു സൂചനയുണ്ടായിരുന്നു. ഏറ്റവും അവസാനമായി ഇന്നലെയാണ് നമുക്ക് പ്രോട്ടോകോളുകാർ വിവരം തന്നത്. മെയ് 18, 19 തീയതികളിൽ കേരളത്തിൽ സന്ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു കോളേജിൻ്റെ ഏതോ പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് വരുന്നതോടൊപ്പം 19-ാം തീയതി ശബരിമല സന്ദർശിക്കുക, ദർശനം നടത്തുക എന്നുള്ളതാണ് രാഷ്ട്രപതി ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് എന്ന മെസ്സേജാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇങ്ങനൊരു സന്ദർശനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഡേറ്റ് ഇന്നലെയാണ് കൃത്യമായും നമുക്ക് അറിവ് ലഭിക്കുന്ന രൂപത്തിലേക്ക് വന്നു. ഈ സംസ്ഥാനത്തിൻ്റെ ദീർഘകാലത്തെ ആവശ്യമാണ് ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി അംഗീകരിക്കണമെന്നുള്ളത്. പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ആ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. രാഷ്ട്രപതി കൂടി വരുന്നതോടുകൂടി ദേശീയ പ്രാധാന്യം ശബരിമലയ്ക്ക് ഉണ്ടാവുകയാണ്. ഈ ഒരു ആവശ്യം രാഷ്ട്രപതിയിലൂടെ കേന്ദ്ര സർക്കാരിലെത്തിക്കാൻ സർക്കാർ പരിശ്രമിക്കുമോ? ഞങ്ങളിപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്ന രൂപത്തിൽ നമുക്ക് പല രൂപത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാവേണ്ടതുൾപ്പെടെ ഞങ്ങൾ നിവേദനത്തിൻ്റെ ശൈലി കൊടുക്കാൻ വേണ്ടി അടുത്ത മാസം പോകുന്നതിന് വേണ്ടി തീരുമാനിച്ച് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നിവേദനം. അപ്പോൾ ആ കൂട്ടത്തിൽ രാഷ്ട്രപതിയുടെ സന്ദർശനം കൂടി നമുക്ക് ഈ ആവശ്യങ്ങൾക്ക് ഏറ്റവും നല്ല മാറ്റുകൂട്ടാൻ സഹായിക്കുന്ന ഘടകമായി രൂപാന്തരപ്പെടുകയാണ്. അതുകൊണ്ട് ദേശീയ തീർത്ഥാടന രൂപത്തിൽ മാത്രമല്ല, ആഗോള തീർത്ഥാടന കേന്ദ്രത്തെ രൂപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ ഞങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് വരാൻ തീരുമാനിച്ചിട്ടുള്ളത്.
ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് തീർത്ഥാടകർ വരാറുണ്ട്. അത് കൂടുതൽ സൗകര്യപ്രദമായി മാറാൻ പോകുന്നു. ഇപ്പോൾ ശബരിമല വിമാനത്താവളം കൂടി വരുന്നതോടുകൂടി ഇപ്പോൾ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയ്ക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിന്യസിക്കുന്ന രൂപത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അതും വേഗം നടക്കുന്നതോടുകൂടി ഭാവിയിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് ശബരിമലയിൽ മലയാള മാസം 1-ാം തീയതി വരെ തീർത്ഥാടകർ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് പുതിയതായി കാണുന്ന സ്ഥിതിവിശേഷം. മറ്റൊരു ദേവസ്വം മന്ത്രിക്കും ഈ ഒരു അവസരം ലഭിച്ചിട്ടില്ല. ഒരു രാഷ്ട്രപതി സ്വീകരിക്കാൻ ലഭിക്കുന്ന അവസരം എങ്ങനെ നോക്കി കാണുന്നു? നിശ്ചയമായും അത് അഭിമാനകരമാണ്, ആഹ്ലാദകരമാണ്. സന്ദർശനം പൂർണ്ണാർത്ഥത്തിലും അതിൻ്റെ ലക്ഷ്യത്തിലും എത്തിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പ്രാവശ്യ ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കി തീർത്തതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ സന്ദർശനവും കുറ്റമറ്റതാക്കി തീർക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്താൻ ഒരു സന്ദർഭം ലഭിച്ചത് അഭിമാനകരമായി കരുതുന്നു. എന്തായാലും രാഷ്ട്രപതി 18-19 തീയതികളിൽ കേരളത്തിൽ സന്ദർശനം നടത്തും. രാഷ്ട്രപതി സ്വീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങൾക്കും സർക്കാർ തയ്യാറെടുത്തു കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്.